ഇല്ലേ ഒരു മിനിറ്റ്. ഒരു ചോദ്യം ഇത്രയും വർഷമായിട്ട് ഒരു 10-90 വർഷമായി ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അപ്പോ ഇതാണ് സ്ഥിതി. ഇത്രയും കാലമായിട്ട് മൂപ്പര് പറയും തെറ്റുണ്ട് വലതും തെറ്റുണ്ട്. അപ്പൊ ഇനി ഇത് പെരയി കൊണ്ട് ഇഞ്ഞു ഓതൂല ഉസ്താദേ, അത് അറിയാതെ ഓതിയാൽ കുഴപ്പമില്ല, അവ അറിഞ്ഞു ഓതിയാ തെറ്റാണ് അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം, അല്ലെന്ന് ഇത്രയും കാലമായിട്ട് നിങ്ങളൊന്നും വിജയസ്ഥിതി പറഞ്ഞു കൊടുക്കണ്ടേ? അതാണ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തേലും ഇവിടെ പണി? നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ പണി? നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെ ബഹുമാനിച്ചിട്ട് നിങ്ങളെ ആദരിച്ചിട്ട് ഈ സമൂഹം നിങ്ങൾക്ക് ഉപ്പും ചോറും തന്നു. അത് തിന്നിട്ടാണ് നിങ്ങൾ വളർന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഓതിപ്പടിച്ചത്. വ്യക്തിപരമായി ആക്ഷേപിക്കല്ല. അങ്ങനെ സമൂഹം നിങ്ങൾ സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ ഈ കോലത്തിലായത്. എങ്കിൽ നിങ്ങളെ പോറ്റി വളർത്തിയ ഈ സമൂഹത്തോട് ബാധ്യതയില്ലേ നിങ്ങൾക്ക്? ഈ സമൂഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പുണ്യമാനുകർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിൽ കള്ളക്കഥകളുണ്ട് സമൂഹമേ എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? നേരത്തെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? ബാധ്യത നിങ്ങൾക്കില്ലേ? അതേ, ഐക്യവേദിയിലെ പ്രവർത്തകന്റെ മനസ്സിൽ തട്ടിയ ചോദ്യം, ഉസ്താദെ ഇത്രയും കാലമായിട്ട് ഇതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് ചെയ്തു നിങ്ങള്? ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ ന്യായീകരിക്കാനും കള്ളക്കഥ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന സമ്മതിക്കുന്ന സിദ്ദീഖ് മൗലവിനെ പോലും ന്യായീകരിക്കുവാനും, ജാല മുഹമ്മദ് മൗലിദിൽ കള്ളക്കഥയുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന അതിനെ പോലും ന്യായീകരിക്കുവാൻ, ആ നിലക്ക് ദുർവ്യാഖ്യാനം ചെയ്യാനാണ് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല എന്ന്, അത് പോസിറ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ. മറിച്ച് സമൂഹത്തെ വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പണിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ആ ചർച്ചക്കിടയിൽ നമ്മുടെ ഐക്യവേദിയിലെ ഒരു സഹോദരൻ പറഞ്ഞു, നമുക്കിപ്പോ മനസ്സിലായോടത്തുള്ള സംഗതി ഇതാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഒരു നതീജ പറയുന്നുണ്ട്. അതിന്റെ അവസാനത്തിലല്ല, ഇടക്ക് പറഞ്ഞതാണ്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താ ഒരു പറയുന്നറിയോ? അതായത് സുന്നി പക്ഷപ്പോ അവരുടെക്കെതിരെ ഏത് 30 വക എടുത്താലും 60 വക ആയാലും 66 വക ആയാലും അതിലൊക്കെ വ്യാജമുണ്ട്, ഇതിലും വ്യാജമുണ്ട്, അതിലും വ്യാജം, എടുക്കണതിലൊക്കെ വ്യാജാണെങ്കിൽ പിന്നെ വാദപ്രയോഗത്തിന്റെ ആവശ്യമില്ല. കേട്ടാളി, ഇപ്പോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തു. ഏകദേശം 4:30 മണി കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് നമ്മൾ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളെ ഈ മുസ്ലിം ഐക്യവേദിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, ഇപ്പം 37 ഏടായാലും സുന്നിപക്ഷം പറയുന്ന ഏത് ഏടായാലും അവര് പറയുന്നു അതിന് വേറൊരു പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആ രൂപത്തിൽ എല്ലാ ഏടുകൾക്കും ഉണ്ടെങ്കിൽ പിന്നെ സംവാദത്തിലെ ഒരു പ്രയോജനവും പ്രയോജനമല്ല. കാരണം 33 അതിന് വ്യാജൻ, 88 അതിനും വ്യാജൻ. ഏതിനും വ്യാജനാണെങ്കിൽ പിന്നെ നമ്മൾ സംവാദത്തിൽ പ്രയോജനമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർക്ക് ഞാൻ ഏർപ്പാട് നിർത്തലാണ് നല്ലത് നമ്മൾ പറഞ്ഞത്. ഏതായാലും അതിന്റെ ഏറെക്കുറെ അവസാനത്തിന്റെ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ ഏറ്റവും അവസാനമല്ല, അതിന്റെ അവസാനം തൊട്ട് കുറച്ച് മുമ്പുള്ള ഒരു ഭാഗം, അതെന്തോ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കിട്ടിയില്ല തോന്നുന്നുണ്ട്. ഏതെല്ലാം കിട്ടിയ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 5 മൗലിദുകൾ നിങ്ങൾ ഇവിടെ വായിച്ചത് അംഗീകരിച്ച പണ്ഡിതന്മാരെ പ്രസിദ്ധീകരിച്ച തെറ്റുതിരുത്തിയ മൗലിദുകൾ അതിവിടെ വ്യക്തമായി മുന്നിലുണ്ട്. ആ മൗലിദുകളിൽ ഒരു സംവാദം നടത്താൻ അവർ സന്നദ്ധരാണോ എന്ന ഐക്യവേദിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ പോലും മുജാഹിദുകൾക്ക് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകന്മാർ മാത്രമല്ല, ഈ CD പുറത്തിറങ്ങിയാൽ ഇത് കാണുന്ന അനേകായിരം ആളുകളും അത് ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒത്തുചേരലിന്റെ ഏറ്റവും വലിയ വിജയമെന്ന്
എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കുതന്ത്രങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എപ്പോഴും ഈ കുതന്ത്രത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകാറുള്ളത്. റസൂലുള്ള പറഞ്ഞു തന്നെ അത് തന്നെയാണ്. ഒരു സംഗതി, ഇവിടെ അവരൊരു 5 വായിച്ചു, നിങ്ങളൊരു 12 വായിച്ചു. നിങ്ങളത് സംഘടിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ വായിച്ച 12 ഈ പറഞ്ഞ പോലെ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിനവരാണ് റെഡി ആണെങ്കിൽ ഓക്കെ. ഞങ്ങളിതാ 10,000 കുതിരശക്തിയോടെ തയ്യാറാണ്. അലി മുസ്ലിയാരോട് പ്രത്യേകം പറയും. അതേക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മളെ അദ്ദേഹം ചോദിച്ച പേരൊക്കെ അറിയാം കേട്ടോ. ഷിഹാബുദ്ദീൻ ചോദിച്ചത് ഈ ഏട്ടിലുള്ളത് എന്റെ വല്യമ്മ ഓതിയതാണ്, ഇതിപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, തെറ്റാണോ പിഴവാണോ നേരത്തെ ചോദിച്ചതാ. ഇതിപ്പോ പുതിയ വിവരമായി പറയേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു അതിൽ തകരാറുകൾ ഇല്ലാത്ത സഹീഹായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണിത്. ഇതല്ലാത്ത മൗലിദുകൾ അതിലുള്ളതിൽ പിഴവുകളുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പറയാവൂ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോ പുതിയൊരു വാദമായിട്ട് കൊണ്ടുവരേണ്ടതില്ല. ഉറപ്പുള്ള ഒരു 5 ഇവിടെ പറഞ്ഞല്ലോ. 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ലാതെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വാദപ്രതിവാദമാവട്ടെ. ഇന്ന് സമയം ഇപ്പോൾ 4:30 മണിക്ക് തുടങ്ങിയത് 12:30 മണി പിന്നിട്ടു. അതുകൊണ്ട് ഇവിടെ ഐക്യവേദി ചോദിച്ച 5 മൗലിദ്, ആ 5 മൗലിദുകളെ കുറിച്ച് തന്നെ ചർച്ചയിലേക്കും സംവാദത്തിലേക്കും വരണമെന്നാണ് മുജാഹിദ് വിഭാഗത്തോട് വളരെ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോ ഐക്യവേദി ചോദിച്ച 5 എന്നാ പറഞ്ഞത്. അതിന് മുമ്പ് ഐക്യവേദി 12 ചോദിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പാടില്ല. ഒരു കാര്യം ഈ കാണുന്നവരും കേൾക്കുന്നവരും ഇത്രയും കാലം ഈ നാട്ടിലുള്ള ആളുകൾ അതുപോലുള്ള സബീരയുടെ ഏടുകള്, ആചാര്യ വക മൗലിദ് കിതാബുകള് പുണ്യമാണെന്ന് കരുതിയാ ചൊല്ലിയത്. ഇതുപോലുള്ള മുസ്ലിയാക്കന്മാർ ചൊല്ലിച്ചത് അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളെ ഈ രംഗത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ നല്ലൊരു വേളയാണിത്. അഥവാ നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? നിങ്ങളുടെ വീടുകളിലെ സബീരയുടെ കിതാബുകൾ, ആ കിതാബുകളിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്, കള്ളക്കഥകളുണ്ട്, അതുപോലെ ശിർക്കിന്റെ വരികളുണ്ട്, അതുപോലെ തന്നെ വിദഗ്ധാണ്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യമാകണമെന്നായിരുന്നു ഈ വല്ലപ്പുഴയിലെ ഐക്യവേദിയുടെ ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ബോധ്യമായിരിക്കുകയാണ്. സംഘടിപ്പിച്ച ഓരോരുത്തർക്കും മനസ്സിലായി എന്താണ് ഈ നിലക്ക് ഈ സ്വന്തം വീട്ടിലെ കിതാബ് കൊണ്ടുവന്നിട്ട് ഇതിലെ ഈ മാലകൾക്ക് മൗലികമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് മാത്രമല്ല 12 വായിച്ച് കേൾപ്പിച്ചിട്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ അതേ നിങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് തയ്യാറായിരുന്നെങ്കിൽ വിശ്വസിക്കാമായി നമുക്ക് അവിടെ മക്കൾ ആദർശമുണ്ട് എന്ന്. ആദർശമില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ബോധ്യമായ ഗംഭീര രംഗമാണിത് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഈ നിലക്ക് പ്രചരിച്ചിട്ടുള്ള സമീര പോലുള്ള കിതാബുകളിൽ അതില് അന്ധവിശ്വാസങ്ങളുണ്ടോ, തെറ്റുണ്ടോ, കള്ളക്കഥകളുണ്ടോ, ശിർക്കുണ്ടോ, ബിദ്അത്തുണ്ടോ, ഈ കാര്യങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. അതെ, അതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ആയിരിക്കുന്ന ഒരൊറ്റ മുസ്ലിയാക്കന്മാരും ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ബോധ്യമായില്ലേ നിങ്ങൾക്ക്? ബഹുമാന്യ സംഘാടകരെ, സന്തോഷിക്കാൻ നിങ്ങൾക്ക്, ആഹ്ലാദിക്കാൻ നിങ്ങൾക്ക്, നിങ്ങൾ കൊണ്ടുവന്ന ആ സബീദ കിതാബിൽ പോലും ചർച്ചയ്ക്ക് അവർ തയ്യാറായിട്ടില്ല എങ്കിൽ അതെ, അവരുടെ മക്കൾ ആദർശമില്ല, ഖുർആന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല എന്ന് ബോധ്യമായില്ലേ സംഘാടകരെ നിങ്ങൾക്ക് പോലും എന്നാണ്. സഹോദരങ്ങളെ, അപ്പൊ ഈ നിലക്ക് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമായ രംഗമായിരുന്നു അത്. മാത്രമല്ല ഇന്ന് നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ആ സബീനയുടെ ആ ഏടുകൾ ശരിയല്ല എന്ന് ആളുകൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലാകാൻ അവസരമുണ്ടായില്ലേ? അതുണ്ടാക്കി തന്ന ബഹുമാന്യരായ ഐക്യവേദിയുടെ സഹോദരങ്ങൾക്ക് 1000 നന്ദി രേഖപ്പെടുത്തുകയാ ഞങ്ങള്. അലവി സഖാഫിയെ മുമ്പിലിരുത്തിക്കൊണ്ട് ആ അത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്നുകൊണ്ട് അവരോട് തന്നെ സമ്മതിപ്പിച്ചില്ലേ? അൽഹംദുലില്ലാഹ്.